പണി ഇച്ചിരി ചെയ്യുമ്പോൾ അണയ്ക്കും. ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അന്ന് വന്നാണോ എങ്ങനെ അറിയാം? എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് അറിയുന്നത്. തൊഴിലുറപ്പിന് ചെല്ലുമ്പോഴൊക്കെ നടുവേദനയൊക്കെ കാണുമായിരുന്നു. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ്. ആ കുടുംബം പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു ദാക്ഷിണ്യം ഇതിൽ ഉണ്ടാവില്ല. ആലപ്പുഴ വണ്ടാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് തീരദേശ ജില്ലയിലെ ഏറ്റവും സാധാരണക്കാരുടെ ഏക ആശ്രയം. ചികിത്സാ പിഴവുകളുടെ എണ്ണിയാലൊടുങ്ങാത്ത പരാതികൾ. ഒടുവിലിതാ നമ്പർ 1 ആരോഗ്യ കേരളത്തെ നാണം കെടുത്തി ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറിനുള്ളിൽ കൊടിൽ വെച്ച് തുന്നിക്കെട്ടി. ഗർഭാശയത്തിലെ വലിയ മുഴ നീക്കം ചെയ്യാനായി 2021 മെയ് 10 വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉഷ ശസ്ത്രക്രിയയ്ക്ക് വിധേയായത്. അന്നു തുടങ്ങിയതാണ് ഉഷയുടെ ദുരിതം. വിട്ടുമാറാത്ത വയറുവേദന, മൂത്രത്തിലൂടെ പഴുപ്പും ചോരയും പുറത്തു വരിക. ഡയപ്പർ കെട്ടിയാണ് കഴിഞ്ഞ 5 വർഷമായി ഉഷ ജീവിച്ചത്. കുറച്ചു നാൾ കൊണ്ട് ഈ മൂത്രം വരാൻ ഇങ്ങനെ ചുമ്മാതെ പുള്ളി വിചാരിക്കുന്നതിന് മുമ്പേ പോകുവാണ്. യൂറിനെ അങ്ങ് ചുമ്മാ അങ്ങ് പോകും. അതും ബ്ലഡും ഒക്കെ ആയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പാമ്പേഴ്സ് ഒക്കെ കെട്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴും നടക്കുമ്പോഴൊക്കെ പാമ്പേഴ്സ് കെട്ടിക്കൊണ്ടാ പോണം. കൊച്ചു പിള്ളേരെ പോലെയാ പോണത്. ഒരു സ്ഥലത്ത് വെള്ളോട്ടിറങ്ങിയാലും പാമ്പേഴ്സ് കെട്ടിക്കൊണ്ട്. തൊഴിലുറപ്പ് തൊഴിലടക്കം കൂലിവേല ചെയ്ത് ജീവിച്ച ഉഷ എത്രമാത്രം വേദന കടിച്ചമർത്തിയാണ് മുന്നോട്ട് പോയതെന്ന് അവരുടെ വാക്കുകളിലുണ്ട്. എനിക്ക് ലളിതാംബിക ഡോക്ടറെ കാണിച്ചത് മാത്രമേ ഉള്ള ഡോക്ടറാണ് എന്നെ അഡ്മിറ്റ് ചെയ്തതും പിന്നെ ഓപ്പറേഷത്തിന് ഡേറ്റ് ഒക്കെ തന്നത്. മെയ് 5-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ നടക്കണം. ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. പണിക്ക് പോകും. പണി ഇച്ചിരി ചെയ്യുമ്പോൾ അണയ്ക്കും. അതുപോലെ ഇപ്പം എവിടെയെങ്കിലും യാത്രയ്ക്ക് ഒറ്റയ്ക്ക് നടന്നു പോയാൽ ഭയങ്കര അണവല്ല എനിക്ക്. അപ്പം ഞാൻ ഓർക്കണത് വല്ലതിൻ്റെ ആളാന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര അണവല്ല. പിന്നെ നടുവേദനയുണ്ടോ ചില നേരത്തൊക്കെ. തൊഴിലുറപ്പിന് ചെല്ലുമ്പോഴൊക്കെ നടുവേദനയൊക്കെ കാണുമായിരുന്നു. അതൊക്കെ ഞാൻ കൂട്ടാക്കാതെ നടക്കും. ഡോക്ടർമാർക്ക് ഞാൻ ഇന്ന് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു അവർക്ക് സംഭവിച്ചതെന്നൊന്നും അവരൊന്നും എടുക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നമ്മളെല്ലാ റെക്കോർഡുകളും കൊണ്ടുപോയായിരുന്നു. അവരുടെ വീഴ്ചയാണെന്ന് സമ്മതിക്കാൻ നമുക്ക് ലളിതാംബിക ഡോക്ടർ ഇല്ലല്ലോ. 5 വർഷത്തിനിടെ അവർ പലതവണ പലയിടത്ത് ചികിത്സ തേടി. അവർ നിർദ്ദേശിച്ച പരിശോധനകളെല്ലാം നടത്തി. പക്ഷേ വയറിന്റെ വേദന മാറിയില്ല. ഏതാനും ദിവസം മുൻപ് ആലപ്പുഴയിലെ ഡോക്ടർ നാസറിന്റെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തപ്പോഴാണ് ഇത്രയും കാലം ജീവിച്ചത് വയറിനുള്ളിൽ ഒരു കൊടിലുമായാണെന്ന് തിരിച്ചറിയുന്നത്. നമ്മളിപ്പോൾ 2 ദിവസമായിരുന്നു. എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് അറിയുന്നത്. ഇതിനു വേണ്ടി എടുത്ത എക്സ്റേ അല്ല. ഇതിനു വേണ്ടി എടുത്ത എക്സ്റേ അല്ല. ഒരു മൂത്രത്തിക്കല്ലിൻ്റെ ഒരു ബേസിക്കലി പോയിട്ട് അത് കാണിച്ച് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ട് എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് കാണുന്നത്. സർക്കാർ ആശുപത്രിയിലായിരുന്നോ? അല്ല, പുറത്തുനിന്ന് പ്രൈവറ്റിലാണ് ചെയ്തത്. ഈ വേദന ഉണ്ടാകുമ്പോഴൊക്കെ ആശുപത്രി ചെല്ലുമ്പോൾ എന്തായിരുന്നു മറുപടി? അല്ല, കാരണം വേദന ഇത് എക്സ്റേ ഒന്നും എടുക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നോർമലി കൺസൾട്ട് ചെയ്ത് മരുന്നും തന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മരുന്നും ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തല്ലോ. അപ്പൊ എന്ത് റീസണ് വേണ്ടിയിട്ടല്ല, എന്തുകൊണ്ട് ഈ വേദന എന്നുള്ള കാര്യത്തിലൊരു ഇല്ല, അത് ഇടയ്ക്ക് പെട്ടെന്ന് വേദന വരും. പിന്നെ ഓപ്പറേഷൻ ചെയ്തില്ല, നമ്മൾ ഓർക്ക് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടായിരിക്കും എല്ലാം പോയതല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വർക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വേദന ആയിരിക്കും നമ്മൾ വിചാരിച്ചിട്ട്. ഇത് മാറി ഇങ്ങനെ ആയതാണ്. എക്സ്റേയുമായി വീണ്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉഷയെത്തി. വലിയ അബദ്ധം തിരിച്ചറിഞ്ഞ ഡോക്ടർമാർ ഇത് മൂടിവെക്കാൻ ശ്രമിച്ചു. വയറിനുള്ളിലെ കൊടിലിനെ കുറിച്ച് ആരോടും പറയരുതെന്നും അടുത്ത ദിവസം തന്നെ ശസ്ത്രക്രിയ നടത്തി ഇത് പുറത്തെടുക്കാമെന്നും അവർ പറഞ്ഞു. ഈ വണ്ടാനത്ത് ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചെയ്യാനാണ്. എനിക്ക് പേടിയാണ് വണ്ടാനത്തോട്ട് പോകും. ഇന്ന് രാവിലെ പിന്നെ ഡോക്ടറെ കാണാനായിട്ട് വണ്ടാനത്ത് പോയായിരുന്നു. വണ്ടാനത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു പിന്നെ എക്സ്റേ എടുത്ത് പിന്നെ ECG എടുത്തു, ബ്ലഡ് കുറേ എടുത്ത് പരിശോധിച്ച് പിന്നെ എക്സ്റേ ഒക്കെ എടുത്തിട്ട് പറഞ്ഞ് നാളെ രാവിലെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച വന്ന് അഡ്മിറ്റ് ആകണം, ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതുവരെ ആരോടും പറയരുതെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മോൻ്റെ അടുത്ത് എന്തോ പറയുന്ന കേട്ടു, ഞാൻ കേട്ടില്ല എന്തോ പറഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തി ഉഷ ജോസഫിന് വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഭയമായി. ഇതിനിടെയാണ് വാർത്ത പുറത്തു വരുന്നത്. ഉഷയ്ക്ക് വിദഗ്ധ ചികിത്സ ആലപ്പുഴ MP KC വേണുഗോപാൽ വാഗ്ദാനം ചെയ്തു.
ഇന്നലെ രാത്രി തന്നെ വീട്ടമ്മയെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റി. ഇത് നീക്കം ചെയ്യാനായിട്ട് സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഭയമുണ്ടായിരുന്നു. അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. ഇനി അങ്ങോട്ട് പോയിട്ട് ഇത് ചെയ്യാനുള്ളൊരു പേടി. ഇനി അങ്ങോട്ട് പോകാൻ അമ്മയ്ക്ക് ഭയങ്കര പേടി. അതാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയത്. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ കൺസൾട്ട് ചെയ്ത് പെട്ടെന്ന് ആക്കിത്തരാം എന്ന രീതിയിലായിരുന്നു അവർ. ആസ് പെർ കോമ്പൻസേഷൻ അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അവർ ആ ചികിത്സ എടുത്ത് ഈ പ്രോപ്പർട്ടി എടുത്ത് മാറ്റിത്തരാം എന്ന് അവർ പറഞ്ഞിട്ടുള്ളായിരുന്നു. കോമ്പൻസേഷനോ അങ്ങനെ ഇവരുടെ ഭാഗത്ത് തെറ്റാണെന്നും അപ്പോൾ അവർ മാറ്റിത്തരാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് നമ്മളങ്ങനെ നമുക്ക് സാധനം മാറിയാൽ മതിയായിരുന്നു. മെയിൻ കാര്യം കൺസൾട്ട് ചെയ്തിട്ട് പക്ഷേ അവരുടെ കോമ്പൻസേഷനോ കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്നൊന്നും ഇല്ല. പിന്നെ നമ്മളെന്നാ പിന്നെ ന്യൂസ് ആക്കിയത് അവർ തിങ്കളാഴ്ച വന്നിട്ട് സർജറി ചെയ്ത് നമുക്ക് പെട്ടെന്ന് മാറ്റാം. തിങ്കളാഴ്ച അഡ്മിറ്റ് ആകാൻ അവർ പറഞ്ഞത്. തെളിവ് സഹിതം കാര്യങ്ങൾ വ്യക്തമായതോടെ ആരോഗ്യമന്ത്രിയും മെഡിക്കൽ കോളേജ് അധികൃതരും വീഴ്ച സംബന്ധിച്ചു. സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും. അതായത് ഈ റിപ്പോർട്ടിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായൊരു സംഭവം ആണ്. ചില കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ആ നിലയിൽ പോകേണ്ടതായിട്ടുമുണ്ട്. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു ദാക്ഷിണ്യം ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കർശനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉറപ്പാക്കപ്പെടും. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ വിവരങ്ങൾ മെഡിക്കൽ കോളേജ് പുറത്തുവിട്ടു. നിലവിൽ ഇപ്പോൾ ഒരു സർവീസിലുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. അതായത് ലതാംബിക മാഡത്തിന്റെ യൂണിറ്റിലാണ്. പക്ഷേ ആ യൂണിറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ നേതൃത്വത്തിലാണ് ഈ സർജറി നടന്നത്. അതൊന്നാമത് പ്രത്യേകിച്ച് കോവിഡ് ആയിരുന്നുകൊണ്ടാണ് കോവിഡിലായിരുന്നു നമ്മുടെ ശ്രദ്ധ മുഴുവൻ. അപ്പം നമ്മൾ ഈ ബാക്കി ഇലക്റ്റീവ് സർജറിയൊക്കെ ഒരുപാട് കുറച്ചായിരുന്നു. പക്ഷെ ഇത് 3.5 കിലോ ഉള്ളതും ക്യാൻസർ ആണോ എന്ന് സംശയമുള്ളതുമായ ഒരു ട്യൂമർ ആയിരുന്നുകൊണ്ടാണ്. ഞാനല്ല ചെയ്തത്. അല്ലാന്ന് 100% എനിക്കറിയാം ഞാനല്ല. അന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. അന്ന് കോവിഡ് ആയിരുന്നു. കൺസൾട്ട് ചെയ്ത് ഞാൻ യൂണിറ്റ് ചീഫ് ആകുമ്പോൾ നാച്ചുറലി എല്ലാവരും യൂണിറ്റ് ചീഫിൻ്റെ പേരല്ലേ പറയത്തുള്ളൂ. അന്ന് കോവിഡ് ആയതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് മീറ്റിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. നമുക്ക് കോവിഡ് റിലേറ്റഡ് ഒത്തിരി കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. ഡോക്ടർക്ക് ഇങ്ങനെ ഒരു കേസ് ഓർമ്മയില്ല, പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട്. അതെങ്ങനെയാണ്? ഇതേ ഡോക്ടറെ തന്നെ വീട്ടിൽ പോയി കണ്ടതായിട്ട് മകൻ പറയുന്നു. നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ട് അതായത് സർജറിക്ക് വേണ്ടിയിട്ടാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. സ്ക്രബ് നഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. ഈ സർജറി ചെയ്തൊരു സാഹചര്യം കൂടെ നമ്മളൊന്ന് പരിഗണിക്കണം. 2021 കോവിഡിൻ്റെ 2ാം തരംഗമുള്ള സമയത്ത് സാധാരണ ഇവർ ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലല്ല ഈ ഡോക്ടർമാരും സിസ്റ്റർമാരും എല്ലാം ഈ സർജറി ചെയ്തത്. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ കാര്യങ്ങൾ ഡോക്ടർമാർ വിശദീകരിക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹാളിലേക്ക് തള്ളിക്കയറി. യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ജനാധിപത്യ സമരമാണ്. എത്ര സമരങ്ങൾ ഇവിടെ ഈ സിസ്റ്റം തകരാറിലാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി. എത്ര മരണങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ തന്നെ, എത്ര അപകടങ്ങൾ. കൈമാറി വരെ ഓപ്പറേറ്റ് ചെയ്ത ആശുപത്രിയാണിത്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ജനതകളുടെ കുട്ടി ജനിച്ചു. ഇവിടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ജില്ലാ ആശുപത്രി ഡോക്ടർമാരും ഒക്കെ കാഴ്ചക്കാരായി നോക്കിക്കാണത്. ശക്തമായ സമരമാണ്. ഈ സമരത്തെ പോലീസിന് ഉപയോഗിച്ച് അടിച്ചമർത്താമെന്ന് ഒരു പോലീസുകാരും വിചാരിക്കണ്ട. അരമണിക്കൂറിലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും നേർക്കുനേർ നിന്നു. ഏറെ ശ്രമപ്പെട്ടാണ് പ്രതിഷേധക്കാരെ പോലീസിന് അറസ്റ്റ് ചെയ്ത് നീക്കാനായത്. വയറ്റിലകപ്പെട്ട ശസ്ത്രക്രിയ ഉപകരണവുമായി കഴിഞ്ഞ 5 വർഷമായി ദുരിത ജീവിതം അനുഭവിക്കുന്ന ഉഷ ജോസഫിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി കഴിഞ്ഞ അർദ്ധരാത്രി 1 മണിയോടുകൂടിയാണ് എറണാകുളം അമൃത ആശുപത്രിയിൽ കൊണ്ടുവന്നത്. തങ്ങൾക്കുണ്ടായ വീഴ്ചയെ തുടർന്ന് വയറ്റിലകപ്പെട്ട ശസ്ത്രക്രിയ ഉപകരണം നീക്കം ചെയ്യുന്നതിന് വേണ്ടി മണ്ടാനം മെഡിക്കൽ കോളേജിൽ തിങ്കളാഴ്ച വരാൻ ഉഷയോട് മെഡിക്കൽ കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു.
എന്നാൽ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് പേടിപ്പെടുത്തുന്നു എന്ന ഉഷയുടെ പ്രതികരണം അറിഞ്ഞ ശേഷം ആലപ്പുഴ MP ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിന്റെ ഫലമായിട്ടാണ് ഉഷ ജോസഫിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണവുമായി എത്തിയ ഉഷ ജോസഫിനെ ആദ്യം ഗ്യാസ്ട്രോ വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചത്. അതിനുശേഷം CT സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി. ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ശസ്ത്രക്രിയ തീരുമാനിക്കുന്നത്. സീനിയർ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ മെഡിക്കൽ ബോർഡ് ചേർന്നാണ് തുടർ ചികിത്സ തീരുമാനിച്ചിട്ടുള്ളത്. നാളെയോടുകൂടി ശസ്ത്രക്രിയ നടക്കുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഞാൻ ഉഷയുടെ നാത്തൂന് ആങ്ങളെയും വന്നിട്ടുണ്ട്. ഉഷയുടെ ആങ്ങളെയും വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡോക്ടർ നോക്കി ഇന്ന് CT സ്കാനിലൊക്കെ ചെയ്ത് മരുന്നുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നേ പറയുള്ളൂ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമെന്നുള്ളത് ഇന്ന് അറിയാൻ പറ്റുള്ളൂ. മരുമകനും മകളും അവിടെ നിൽക്കുന്നുണ്ട്. വേദനയായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ആശുപത്രിയിൽ കഴിയുന്ന ഉഷ ജോസഫിനെ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും ഷാനിമോൾ ഉസ്മാനും സന്ദർശിച്ചു. ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ഇരു നേതാക്കളും ഉറപ്പു നൽകി. സന്ദർശനശേഷം പുറത്തെത്തിയ ഇരു നേതാക്കളും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തി. സിസ്റ്റത്തിന്റെ പ്രശ്നം മാറണമെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. സിസ്റ്റം നേരെയാവണമെങ്കിൽ ഇവരൊക്കെ മാറണം. ഇനി ആരോഗ്യവകുപ്പിൽ നിന്ന് വീണ ജോർജ് തന്നെ മാറിയാലേ ഈ സിസ്റ്റം ശരിയാവുള്ളൂ. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു ഗൗരവതരമായ നടപടികൾ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഹർഷിത വലിയൊരു ഉദാഹരണമാണ് കേരളത്തിൻ്റെ മുമ്പിൽ. അതേപോലെയാണ് ഇപ്പോൾ ഈ ഉഷയുടെ കാര്യത്തിലും ഉണ്ടാകുന്നത്. വളരെ വേദനയുണ്ട്. വാസ്തവത്തിൽ അവർ കരയാണ്. എന്നെ കണ്ടപ്പോൾ തന്നെ അവർ കരയാണ്. അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഒന്നാലോചിച്ച് നോക്കുക. ആ കഠിനമായ വേദന സഹിച്ചുകൊണ്ട് ഇത്രയും കാലം അവർ ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കാ വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പം കാരുണ്യത്തോടെ ഇതിനെ കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പിൻ്റെ ഗുരുതരമായ പിഴവ് തന്നെയാണ്. മാത്രമല്ല ഡോക്ടേഴ്സ് ഇത്ര അനാസ്ഥയോടെ പെരുമാറുന്നത് ഇതൊന്നും ശരിയായ നടപടിയല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ആ സ്ത്രീയുടെ വേദന നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഉഷ ജോസഫിൻ്റെ മകൻ ഷിബിൻ ജോസഫ് നടത്തിയ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണക്കാരായ ആളുകളാണ് സർക്കാർ ആശുപത്രിയെ ചികിത്സയ്ക്കായി സമീപിക്കുന്നത്. അവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ദുരിതങ്ങളും പേറേണ്ടി വരുന്നത്. എന്തായാലും ഷിബിൻ ജോസഫിനെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ളത്. മെയിൻ പ്രശ്നം നമുക്ക് സാമ്പത്തികമുള്ള പ്രശ്നമാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ വണ്ടാനത്തോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടാനത്ത് കൊണ്ടൊരു ആവശ്യമില്ല. സ്വയമായിട്ട് നമ്മൾ വണ്ടാനത്ത് പോകുന്നത് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പൈസ ഇല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വണ്ടാനത്തോട്ട് പോകാൻ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ പോയി ചെയ്താൽ പോയി. ഇപ്പോഴും നമുക്ക് വണ്ടാനത്ത് പോകാനല്ലേ നമുക്കൊരു ഓപ്ഷൻ. ഡോക്ടർ വീട്ടിൽ പോയി കണ്ട് പൈസ കൊടുത്താണ് സർജറി. അത് അങ്ങനെയാണ്. ഈ സർജറി ചെയ്തതെല്ലാം അവരുടെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്ത് അവരുടെ ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ കൺസൾട്ട് ചെയ്തത്. ലളിതാംബിക ഡോക്ടറിന്റെ വീട്ടിൽ പോയി നമ്മൾ. ലളിതാംബിക ആലപ്പുഴയിലെ പോയി പൈസ കൊടുത്തിട്ട് തന്നെയാണ് ചികിത്സിച്ചത്. അവരുടെ വീട്ടിൽ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവർ അങ്ങോട്ട് റെഫർ ചെയ്തത്, നമ്മളങ്ങോട്ട് കൊണ്ടുപോയതല്ല. ഡോക്ടറുടെ പേര് ലളിതാംബിക. അത് വേറൊന്നും ഞാൻ ആരോടും പേടിച്ച ഇവിടെ ആലപ്പുഴയുള്ള എല്ലാവർക്കും അറിയാം. ആരോടും ഞാൻ സർജറിക്ക് വേണ്ടി ഇന്ന് വരെ പൈസ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവരോട് ഞാൻ മേടിച്ചിട്ടില്ല. അതെനിക്ക് ഈ ഡോക്ടർ പ്രൈവറ്റ് കൺസൾട്ടേഷൻ വരുന്ന ആളുകളെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്കായിരുന്നു സർജറി. അതല്ലേ പറ്റത്തുള്ളൂ. അല്ല, എനിക്ക് പ്രൈവറ്റിൽ പോയി ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം കൂടി ഇവര് ഈ പ്രൈവറ്റ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമൊന്നുമില്ല. ആളുകൾ വന്ന് പല പരിചയത്തിൻ്റെ പേരിലും പലരും വിളിച്ചൊക്കെ ഈ രാഷ്ട്രീയക്കാർ തന്നെ വിളിച്ചു പറഞ്ഞൊക്കെ ഒത്തിരി പേര് വന്ന് എന്നെ കാണാറുണ്ട്. അതൊന്നും ഒരു വലിയൊരു മറ്റ് പ്രൈവറ്റ് ആശുപത്രികളിലെ പ്രൈവറ്റ് കൺസൾട്ടേഷൻ പോലെ വലിയൊരു സംഭവമൊന്നുമല്ല. നമ്മൾ സമ്പാദിക്കുന്ന കാര്യമൊന്നുമല്ല. ഞാനൊരു 38 കൊല്ലം ഗവൺമെന്റിൽ വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്ത ആളാണ്. ഗവൺമെന്റിൽ പോകുന്ന സാധാരണക്കാർക്ക് മാത്രമേ എല്ലാ പ്രശ്നങ്ങളും മാത്രമേ സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നഷ്ടപരിഹാരം വേണം തന്നെയാണ്. കാരണം ഇത്രയും അമ്മ സ്ട്രഗിൾ ചെയ്ത് നമ്മളെ എല്ലാ ഓഫീസിലും എല്ലാ ഡോക്ടർമാരും പല രീതിയിലും കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാ ഇഷ്യൂ നമ്മൾ ഇപ്പോഴല്ലേ അറിയുന്നത്. ഇത്ര നാളായിട്ട് പല രീതിയിലും നമ്മൾ പുറത്ത് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെതിരെ നമുക്ക് നടപടി ഡോക്ടർക്ക് നമുക്ക് വേണമല്ലോ. അല്ലെ നമ്മൾ ഇത്രയും ചെയ്തിട്ട് അവരുടെ ഭാഗത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മാറിയിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് അതിന് നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് നമുക്ക് താല്പര്യം. ആ കുടുംബം പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ ഉറപ്പാക്കാൻ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കും. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. വേണം, നഷ്ടപരിഹാരം വേണം. ഉഷ ജോസഫിന്റെ സംഭവത്തിൽ നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട്. എല്ലാ പിന്തുണയുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യമേഖല മോശാവസ്ഥയിൽ ആണെന്നല്ല പറയുന്നത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ
കൃത്യമായ നടപടി ഉണ്ടാകണം, അതും കൃത്യസമയത്ത്. അത് ഉണ്ടാകാതെ വരുമ്പോഴാണ് പൊതുജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിലുള്ള വിശ്വാസം നഷ്ടമാകുന്നത്.